ഹായ് ഫ്രണ്ട്സ്, SR ഫാഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ന്യൂ മോഡൽ ഫ്രോക്ക് നൈറ്റിയാണ്. മിക്സ് ആൻഡ് മാച്ചിൽ വരുന്ന രണ്ട് തുണി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. റെഡും ഗ്രീനും ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നമുക്ക് ഒരു ഫ്രോക്ക് നൈറ്റി രണ്ട് കളർ ചേഞ്ച് ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ കട്ടിങ്ങിലോട്ട് പോകാം. അതിനായിട്ട് ഇതാ ഒരു തുണി ഞാൻ വിരിച്ചിട്ടിട്ടുണ്ട്. നമുക്ക് രണ്ട് തുണി വെച്ചിട്ട് രണ്ട് നൈറ്റി വീതം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് ഈ നൈറ്റി കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ രണ്ടായിട്ട് തുണി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ ഞാനിവിടെ 7.5 ഇഞ്ചാണ് എടുക്കുന്നത്. താഴോട്ട് ആം ഹോളും 7.5 ഇഞ്ച് തന്നെയാണ് എടുക്കുന്നത്. ചെസ്റ്റ് ഇവിടെ 12 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഷേപ്പ് ലെങ്ത്ത് 13 ഇഞ്ച് മാർക്ക് ചെയ്യാം. അവിടെ നേരെ നമുക്ക് 11 ഇഞ്ച് അടയാളപ്പെടുത്താം. പിന്നെ സ്ലിറ്റിൻ്റെ ലെങ്ത്ത് 19 ഇഞ്ച്. അതിൻ്റെ വിഡ്ത്ത് നേരത്തെ എടുത്ത പോലെ 12 ഇഞ്ച് തന്നെ എടുക്കാം. ഇതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ്. നമുക്ക് ഈ വരച്ച് വെച്ച പോയിൻറ്റിലൂടെ ഒന്ന് വരച്ചെടുക്കാം. നമുക്ക് യോക്ക് വെട്ടിപ്പോകാൻ വേണ്ടിയിട്ട് 14.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്, യോക്ക് വെട്ടാൻ വേണ്ടിയിട്ട്. അവിടെയാണ് നമ്മൾ യോക്ക് വെട്ടിയെടുക്കുന്നത്. ഫ്രോക്ക് നൈറ്റി യോക്ക് കട്ട് ചെയ്ത് ആണ് തയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ യോക്കിനുള്ള ഭാഗം വെട്ടി വെച്ചിട്ടുണ്ട്. ഇതാണ് യോക്കിനുള്ള ഭാഗം. ഇനി താഴെ നിന്ന് മുകളിലേക്ക് ഒരു 8 ഇഞ്ച് ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ട് താഴെ മുകളിൽ നിന്ന് മുകളിലേക്ക് ആദ്യം ഒരു 8 ഇഞ്ച് മാർക്ക് ചെയ്യാം. വീണ്ടും ഒരു 8 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്യാം. ഇതാണ് ഫ്രില്ല് വെക്കാനുള്ളത്. 8 ഇഞ്ച് ആദ്യം മാർക്ക് ചെയ്യാം. വീണ്ടും ഒരു 8 ഇഞ്ച് ഒന്ന് നേരെ വരച്ചെടുക്കാം. മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് നൈറ്റ് പീസിൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ രണ്ട് തുണി വെച്ചിട്ടാണ് വെട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ തുണിയിലാണ് മാർക്കിംഗ് കാണിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് ഈ തുണിയിലും വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രോക്ക് നൈറ്റി യോക്ക് പാർട്ട് 14.5 ഇഞ്ചിലെടുത്തു. ഇത് വെട്ടി മാറ്റുകയാണ്. അതിനുശേഷം താഴേക്ക് കിട്ടുന്നത് 26 ഇഞ്ചാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് ഫ്രില്ലായിരിക്കും. ടോട്ടൽ ലെങ്ത്ത് ഇതിന് വരിക 48 ഇഞ്ചായിരിക്കും ഉണ്ടായിരിക്കുക. ഈ ഒരു ഫ്രോക്ക് നൈറ്റിക്ക് ടോട്ടൽ 48 ഇഞ്ച് ലെങ്ത്തിലായിരിക്കും ഫ്രോക്ക് നൈറ്റി കിട്ടുക. ആദ്യം നമുക്ക് ഏറ്റവും താഴേന്ന് ഫ്രില്ലിനുള്ള ആദ്യം വരച്ച് വെച്ച 8 ഇഞ്ചും പിന്നെ വരച്ച് വെച്ച 8 ഇഞ്ചും നമുക്ക് വെട്ടി മാറ്റാം. ആം ഹോൾ വെട്ടാണ്. ഇതിൽ നമ്മൾ ഇൻവിസിബിൾ സിബ് വെക്കുന്നുണ്ട് ഫ്രോക്ക് നൈറ്റിയിൽ. ഈ രീതിയിലാണ് അടിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടായിരിക്കുക. ഷോൾഡർ മുറിച്ച് മാറ്റാണ്. നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും മാർക്ക് ചെയ്യണം. ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഞാൻ 2.25 ഇഞ്ച് മാർക്ക് ചെയ്തു. നെക്കിറക്കം 6 ഇഞ്ച് മാർക്ക് ചെയ്തു. രണ്ടേ 2.25 ഇഞ്ച് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ലെങ്ത്ത് നമുക്കൊരു 4.5 ഇഞ്ച് കൊടുക്കാം. രണ്ട് റൗണ്ടിനൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അതിനൊക്കെ വെട്ടാം. ഇനി നമ്മൾ കയ്യിൻ്റെ ലെങ്ത്താണ് മാർക്ക് ചെയ്യുന്നത്. 7 ഇഞ്ച് മാർക്ക് ചെയ്തു. താഴേക്ക് ഒരു 12 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അത് നമുക്ക് ഇലാസ്റ്റിക് വെക്കുന്നത് കൊണ്ടാണ് 12 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്കതിൽ വരച്ചെടുത്ത് വെട്ടിയെടുക്കാം. പഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതുകൊണ്ടാണ് കൈ ഇങ്ങനെ വെട്ടിയത്. ഇതാണ് ഇതിൻ്റെ യോക്ക് പാർട്ട്. സ്ലീവ് റെഡിൽ തന്നെയാണ് സ്ലീവ് വെക്കുന്നത്. നമുക്ക് പഫായിട്ട് വെക്കാനുള്ളത് സ്ലീവ്. പിന്നെ നമുക്ക് ഇതാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫ്രില്ല് വെക്കുന്ന ഭാഗം വരുന്നത്. അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫ്രോക്ക് നൈറ്റി 2 കളറിലാണ് കിട്ടുക. ഇൻവിസിബിൾ സിബ് 2 സൈഡിലും വെച്ചിട്ട് തയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം.
അപ്പോൾ ഇതാണ് യോക്ക് പാർട്ട്. അപ്പോൾ ഇതാണ് ഫ്രണ്ട് നെക്കിൻ്റെ ഫ്രണ്ട് പാർട്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ നെക്ക് അടിച്ചു കൊടുക്കാം. നെക്ക് അടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നൈറ്റി പീസ് ആയതുകൊണ്ട് കൂടുതൽ തുണി കിട്ടാത്തത് കാരണം നമുക്ക് നൈറ്റിയുടെ കട്ടിങ്സ് ഒന്ന് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മളിപ്പം നെക്ക് ക്രോസ് പീസ് വെച്ച് അടിച്ചെടുത്തു. ഇനി നമുക്ക് അതിനിടയിലൊക്കെ ചെറുതായിട്ട് ഒരു കട്ടിങ്സ് കൊടുക്കാം. എന്നിട്ട് നല്ല വശത്തേക്ക് വെച്ചിട്ട് മറച്ച് പിടിച്ച് അടിച്ചു കൊടുക്കുക. ഇനി ഇത് ബാക്കിലെ പാർട്ടാണ്. ഇതിൽ നമുക്ക് റെഡിൻ്റെ തന്നെ ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് വെച്ചെടുത്തിട്ട് അടിച്ചെടുക്കാം. ബാക്ക് നെക്കും അടിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഇപ്പോൾ മടക്കി അടിക്കണില്ല. ലാസ്റ്റ് നമുക്ക് ഷോൾഡർ കൂട്ടി കഴിഞ്ഞിട്ടാണ് ഇത് നമുക്ക് മടക്കി അടിക്കുക. അപ്പോൾ ഇതാ ഫ്രണ്ട് പാർട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിലാണ് ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനായിട്ടുള്ള മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ 5 ഇഞ്ച് ബ്രസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്യാണ്. അതിനായിട്ട് നമ്മൾ 5 ഇഞ്ചിലാണ് ബ്രസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡറിൽ നിന്നും 7 ഇഞ്ച് താഴോട്ട് മാർക്ക് ചെയ്യണം. ആദ്യം നമ്മൾ ബ്രസ്റ്റ് പോയിൻ്റ് 5 മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഷോൾഡറിൽ നിന്നും താഴോട്ട് 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇത് ടോട്ടൽ 14.5 ഇഞ്ചാണ് യോക്കിൻ്റെ ഇറക്കുള്ളത്. അപ്പോൾ നമുക്ക് 7 ഇഞ്ച് കഴിഞ്ഞ ശേഷം മതി സിബ് അറ്റാച്ച് ചെയ്യേണ്ടത്. അപ്പോൾ 7 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കാം. ഷോൾഡറിൽ നിന്ന് താഴോട്ട് ഒരു 7 ഇഞ്ചിൽ മാർക്ക് ചെയ്യാണ്. ഞാനിപ്പോൾ ഇതാ 7 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഷോൾഡറിൽ നിന്ന് താഴോട്ട് 7 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഈ 7 ഇഞ്ചിൽ നിന്ന് നമുക്ക് 13.5 ഇഞ്ചിലേക്ക് ഒരു ലൈൻ വരച്ച് കൊടുക്കാം. ഇതാ ഞാനിപ്പോൾ ഇവിടെ ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഈ രണ്ട് സൈഡും ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്കൊരു ബോക്സ് ആക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1/4 ഇഞ്ച് വിട്ടിട്ട് ബോക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ ബോക്സിലൂടെയാണ് നമുക്ക് അടിച്ച് പോകേണ്ടത്. എന്നിട്ട് ആ നടുവിൽ കാണുന്ന വരയിലൂടെ നമുക്ക് വെട്ടിയെടുക്കണം. ബോക്സ് ആക്കി വരച്ച ശേഷം നടുവിൽ കാണുന്ന വരയിലൂടെ വെട്ടി മറച്ചെടുത്തിട്ടാണ് നമ്മൾ ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്നത്. ഇനി ഇൻവിസിബിൾ സിബ് അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ നൈറ്റി പീസ് ആയതുകൊണ്ട് പിന്നെ ലൈനിങ് ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ചെറിയ 2 പീസ് തുണി എടുക്കണം. ഒരു 3 ഇഞ്ച് വീതിക്കും ഒരു 7 ഇഞ്ച് ലെങ്ത്തിലായിട്ട് നമ്മൾ എടുത്താൽ മതി. ഒരു പീസ് സിബ് വെക്കുമ്പോൾ ബാക്കിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് വെട്ടി വെച്ചിട്ടുള്ളതാണ്. ഇനി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ലൈനിങ് പീസ് നിവർത്തിയിടണം. ഇപ്പോൾ ഞാൻ ലൈനിങ് പീസ് ഇവിടെ നിവർത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ സെൻറ്റർ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമുക്ക് നല്ല തുണിയെ വെച്ച് കൊടുക്കേണ്ടത്. നല്ല തുണി വെച്ച് കൊടുക്കേണ്ടത്. ഞാനിത് അവിടെ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു മാർക്കിങ്ങിലേക്ക് ആ ബോക്സ് ആക്കി വെച്ചിരിക്കുന്നത് വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഇങ്ങനെ ഒരുപോലെ ആക്കി വെച്ചിട്ട് ഈ സെൻറ്ററും ഒരുപോലെ ആക്കി വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കാം. ഇപ്പോൾ വെച്ചത് ലൈനിങ് പീസിൻ്റെ നല്ല വശവും മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും ഒരുമിച്ച് വരുന്ന രീതിയിലാണ്. എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് സെക്യൂർ ചെയ്ത് പിൻ കുത്തി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ പിൻ കുത്തി സെക്യൂർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോക്സ് ആക്കി വെച്ച ആ ഒരു വരയിലൂടെ 1/4 ഇഞ്ച് നമ്മൾ ബോക്സ് ആക്കി ആ വരയിലൂടെ വളരെ പതുക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിടാം. അത് 2 സ്റ്റിച്ച് ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് സിബ് വയ്ക്കുന്ന സ്ഥലമല്ലേ, അപ്പം പെട്ടെന്ന് തുന്നി അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഈ ഒരു നമ്മൾ ബോക്സ് ആക്കി ആ ഒരു ഭാഗത്തുമ്പോൾ നമുക്കൊരു ഇതാണ് നമ്മൾ ബോക്സ് ആക്കി വരച്ചിരിക്കുന്നത്. ഈ വരയിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്നൊരു കട്ടിങ് കൊടുക്കണം. അതിനായിട്ട് ഇവിടെ നമ്മൾ ഇൻവിസിബിൾ സിബ്ബാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെ നിന്ന് തുറക്കുന്ന രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സിബ്ബ് തുറക്കുന്ന ഭാഗം നമുക്കിവിടെ താഴെയാണ് വേണ്ടത്. മേലോട്ട് തുറക്കുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ സിബ്ബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് അടിയിലായിട്ടാണ് വെച്ച് കൊടുക്കേണ്ടത്. സിബ്ബ് ജസ്റ്റ് അടിയിൽ വെച്ച് കാണിക്കുകയാണ്. ഇങ്ങനെയാണ് നമുക്ക് തയ്ച്ചെടുക്കേണ്ടത്. ഞാനിപ്പോൾ അടിച്ചിട്ടില്ല, ഒന്ന് ജസ്റ്റ് വെച്ച് കാണിച്ചതാണ്. ഇങ്ങനെയാണ് നമുക്ക് നേരെ ഇങ്ങനെ തയ്ച്ച് കൊടുക്കാം. ഫൂട്ട് മാറ്റിയിട്ടിട്ട് വേണം തയ്ക്കാൻ. നമുക്ക് പെർഫെക്റ്റായിട്ട് തന്നെ സിബ്ബ് തയ്ച്ച് കിട്ടിയിട്ടുണ്ട്. ഇതാണ് സിബ്ബ് അറ്റാച്ച് ചെയ്തത്. ഇതുപോലെ നമുക്കിനി അപ്പുറത്തും ചെയ്തെടുക്കണം. ഇനി നമുക്ക് കൈയാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അതിനായിട്ടുള്ള ഇലാസ്റ്റിക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇലാസ്റ്റിക് എത്രയാണോ കൈക്ക് വണ്ണമുള്ളത് അതനുസരിച്ചാണ് എടുക്കേണ്ടത്. ഞാനിത് ഇലാസ്റ്റിക് വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് തുണിയിൽ എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം.
ഇനി നമുക്ക് ഷോൾഡർ കൂട്ടണം. അപ്പോൾ ബാക്കിലെ പീസ് ആദ്യം നിവർത്തിയിട്ട ശേഷം ഇതുണ്ടോ, നമ്മൾ കഴുത്തടിച്ച് കഴിഞ്ഞിട്ടില്ല. ബാക്കിലെ പീസ് നിവർത്തിയിടുക. അതിന് ശേഷം അതിന് മുകളിലേക്ക് ഫ്രണ്ടിലെ പീസ് വെച്ച് കൊടുക്കുക. എട്ട് ഇഞ്ചിൽ നമ്മൾ വെട്ടി വെച്ച ഫ്രില്ല് വെക്കാനുള്ള പീസാണ്. ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. നമുക്ക് ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. നമ്മൾ ഫ്രില്ല് വെക്കാനുള്ള 2 പീസും അടിച്ചെടുത്തിട്ടുണ്ട്. 8 ഇഞ്ച് വീതം നമ്മൾ വെട്ടിവെച്ച 2 പീസ് ജോയിൻ ചെയ്തു. ഇതും അതുപോലെ 2 പീസ് ജോയിൻ ചെയ്തു. ഇത് ഫ്രണ്ട് പാർട്ടും ഇത് ബാക്ക് പാർട്ടുമായിട്ടാണ്. നമുക്ക് ഇതാണ് സ്കേർട്ട് പാർട്ട്. സ്കേർട്ട് പാർട്ടിൽ ഇതെങ്ങനെയാണ് വെച്ചടിക്കുന്നത് നോക്കാം. ഇതാണ് സ്കേർട്ട് പാർട്ട്. ഇതൊന്ന് നിവർത്തിയിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു വശത്തെ സ്കേർട്ട് പാർട്ട് ഇവിടെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ താഴെ വശത്തൂടെയാണ് നമുക്ക് ഫ്രില്ലിട്ട് പോകേണ്ടത്. ഇപ്പോൾ നൈറ്റി പീസ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ഞൊറിയൊന്നും കിട്ടത്തില്ല. അപ്പോൾ എൻഡിങ്ങിൽ നിന്ന് ഒരു 3 ഇഞ്ച് ഇങ്ങോട്ട് അകത്തിയ ശേഷം പിന്നീട് ഫ്രില്ലിട്ടെടുക്കാൻ തുടങ്ങുക. അങ്ങനെ ഫ്രില്ല് ഓരോന്നിട്ട് തയ്ച്ചെടുക്കാം. ഇതുപോലെ ഇങ്ങനെ ഫ്രില്ലിട്ടിട്ടിട്ട് തയ്ച്ചെടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെയാണ് ഫ്രില്ലിട്ട് പോകേണ്ടത്. ഇതുപോലെയാണ് നമുക്ക് ഫ്രില്ല് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതവിടെ മടക്കി അടിക്കാനുണ്ട്. നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഇതുപോലെ നമുക്ക് അടുത്ത വശം കൂടെ ഒന്ന് ചെയ്തെടുക്കണം. ഇവിടെ താഴെ മടക്കി അടിക്കണം. ആദ്യം ഒരു മടക്കുക, രണ്ടാമതൊരു മടക്കൂടി മടക്കി ഇതുപോലെ നമുക്ക് മുഴുവനായിട്ടും അടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇതാ ഒരെണ്ണം അടിച്ചെടുത്തിട്ടുണ്ട്. ബാക്കിൽ മടക്കി അടിച്ചതാണ്. താഴ്വശം മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. മുഴുവനായിട്ടും മടക്കി അടിച്ചു. ഇനി നമുക്ക് യോക്ക് പാർട്ടിലേക്ക് സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്യാനാണുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻവിസിബിൾ സിബ് വെച്ചിട്ടുള്ള ഫ്രോക്ക് നൈറ്റിയുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ എനിക്ക് സ്ലീവ് വെക്കുന്നതും സൈഡ് സ്റ്റിച്ച് ചെയ്യുന്നതും കാണിക്കാൻ പറ്റിയില്ല. അതിൻ്റെ വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായിപ്പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയ സ്റ്റിച്ചിങ് ആയിട്ട് വരുന്നതായിരിക്കും.